ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിഷോർ ഒരു മാസം സമയമെടുക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് അവർണികയോട് ചോദിക്കേണ്ട, അവർണികയ്ക്ക് തന്നെയാണ് തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അവർണിക പറയുന്നുണ്ട്, ഇപ്പോഴുള്ള സിസ്റ്റത്തിൻ്റെ എറർ പരിഹരിച്ചിട്ട് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കുമ്പോഴേക്കും എന്തായാലും കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇപ്പോഴത്തെ എററും പരിഹരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുമ്പോൾ അത് നല്ലൊരു ആശയമായിട്ട് ഗീതക്കും ഗോവിന്ദിനും തോന്നുന്നുണ്ട്. ഗീത ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇപ്പോഴത്തെ എറർ എപ്പോൾ പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അവർണിക കിഷോറിനോട് ചോദിക്കേണ്ട, കിഷോറെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, നീ പറ എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരാഴ്ചയോ, അപ്പോൾ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഇത് പൂട്ടണോ എന്ന് ഗീത ചോദിക്കുവാണ്. ആ സമയത്ത് ഗീത പറയുന്നുണ്ട് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരണമെന്ന് പറയുമ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, മാഡം 2 ദിവസത്തിനുള്ളിൽ, അതെ 2 ദിവസത്തിനുള്ളിൽ കിഷോർ അത് ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഞാനിതിൽ ഇടപെടും, എനിക്ക് ശരിയാക്കാനൊക്കെ പറ്റുമെന്ന് പറയുമ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, മാഡം 2 ദിവസത്തിൽ ശരിയാക്കാൻ മാഡത്തിന് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിജ്ഞാനമൊന്നും ഇല്ലല്ലോ മാഡം എന്ന് പറയുമ്പോൾ പരിജ്ഞാനത്തിൻ്റെ കാര്യമില്ല, റിസൾട്ടിലാണ് കാര്യം, ഞാൻ കാണിച്ചില്ല 2 ദിവസത്തിൽ ശരിയാക്കി തരേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അവരുണ്ടെങ്കിൽ പറയുന്നുണ്ട്, സോറി മാഡം 2 ദിവസത്തിൽ തന്നെ കിഷോർ അത് ശരിയാക്കി തരും, ക്ഷമിക്കണം മാഡം എന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറയുവാണ്. അതിനുശേഷം അവർണിക കിഷോറിനെ പൊരിക്കുക കേട്ടോ, നിനക്ക് നാണമില്ലേ കിഷു, ഏത് നേരവും ഗീതാജിയുടെ മെക്കിട്ട് കയറാനായിട്ട് അവർ പറഞ്ഞതൊക്കെ സമ്മതിച്ച് കൊടുത്താൽ നിനക്ക് എന്താ, അവർ നിൻ്റെ ബോസാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബോസ് അവൾക്ക് പറ്റിയ പറയേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യലൊന്നും അല്ല, ഫുഡ് ഡെലിവറിയാണ്, അതന്നെ അവൾക്ക് പറ്റിയ പണി, ഫുഡ് ഡെലിവറി ചെയ്യാൻ വലിയ അറിവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ ചോദിക്കേണ്ടത്, നീ എപ്പോഴും ഗീതയുടെ കാര്യം പറയുമ്പോൾ ഫുഡ് ഡെലിവറിയുടെ കാര്യം പറയണത് അതും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ കിഷോർ പറയണ്ടേ, ഇല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗീതു അങ്ങോട്ടേക്ക് വരുക കേട്ടോ. ആ സമയത്ത് അവർണിക കിഷോറിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഗീതു വരുന്നുണ്ട്. അവർണിക, എന്താ ഗീതു, ഞാൻ അവർണിക അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, എന്താ ഗീതു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പർച്ചേസിന് പോയാലോ. ശരി ഗീതു, കിഷോറെ നീ വീട്ടിലേക്ക് പോയിക്കും, ഞാൻ ഗീതാജിയുടെ കൂടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ കൂടെ അവർണിക പോവുകയാണ്. അതിനുശേഷം വീട്ടിലെത്തിയ കിഷോർ സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മയുടെ ശ്രീജടുത്ത് പറയുകയാണ്. അവളെന്നെ ഓഫീസിൽ പൊരിക്കുകയാണ് അമ്മേ, എനിക്ക് മതിയായി എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു മോനെ, നീ ഇങ്ങനെ ആദ്യ പിടിച്ച് ഇല്ലാതാവുമല്ലോടാ എന്ന് പറയുമ്പോൾ അവളെല്ലാം കൂടി എന്നോട് തീർക്കുവാണ്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കിഷോർ പോകുന്ന സമയത്ത് ആരോ ബെല്ലടിക്കുകയാണ്. കിഷോറിൻ്റെ അമ്മ നോക്കുമ്പോൾ ഗീതു ആട്ടോ, നീ ഇവിടെയും വന്നോ, എന്തിനാണ് നീ ഇവിടെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താ എനിക്കിവിടെ വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പ്ലീസ് ഇവിടെ നിന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകണം, നിങ്ങളുടെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഗീതു പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത് എങ്ങനെയൊക്കെ നിൻ്റെ ചേട്ടന് നന്നായിട്ട് അറിയാം, എന്താ എന്നെ അകത്ത് കയറ്റാത്ത, ചേട്ടൻ വേറെ വല്ല പെണ്ണുങ്ങളെയും അകത്തിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്ലീസ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഓഹോ എന്നെ ബാംഗ്ലൂരിൽ വെച്ച് നിങ്ങൾ അകത്ത് കയറ്റിയില്ല, ഇപ്പോഴും അകത്ത് കയറ്റുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഗീതു നിന്നെ ഞങ്ങൾ അകത്ത് കയറ്റില്ല, നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ അവർണിക ഫോണും ചെയ്തുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പോൾ ഗീതുവിനകത്ത് കയറ്റിയിട്ട് അവർ സംസാരിക്കണ കാണുമ്പോൾ അവർണികക്ക് ദേഷ്യം വരുവാണ്. അവർണിക ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അതിനുശേഷം അവർണിക ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗീത പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, എന്നെ അകത്ത് കയറ്റാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും അവർണിക പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി മാനേഴ്സ് ഇല്ലേ, ഗീതാഞ്ജലി എൻ്റെ കൂടെ ഗീതാഞ്ജലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കിഷോറിൻ്റെ ബോസ്, ഞങ്ങളുടെ ബോസ്, അവരകത്ത് കയറ്റുന്നത് പറയാൻ നിങ്ങൾ ആരാന്ന് പറയുമ്പോൾ എല്ലാം മോളെ അപരിചിതരെ അകത്ത് കയറ്റണ ശരിയല്ലല്ലോ എന്ന് കിഷോറിൻ്റെ അമ്മ പറയുമ്പോഴേക്കും അപരിചിതരോ, ഇത് ബോസാണ്, വേണ്ട അവർണിക അവരുടെ വഴക്ക് പിടിക്കേണ്ട, ശരി രണ്ടുപേരും ഗീതു മേഡത്തിന് സോറി പറ എന്ന് പറയുമ്പോൾ ഗീതാഞ്ജലി പറയുന്നുണ്ട്, സോറിയൊന്നും പറയണ്ട ഞാൻ പോകുക എന്ന് പറയുമ്പോഴേക്കും ശ്രീജ ഗീതുവിൻ്റെ കയ്യിൽ പിടിക്കുവാണ്. സോറി ബോസ്, സോറി മാഡം ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ കയ്യിലൊക്കെ ശ്രീജ പിടിക്കുമ്പോഴേക്കും നമ്മുടെ ഗീതുവിൻ്റെ പഴയ കുറേ കാര്യങ്ങൾ, ശ്രീജയായിട്ടുള്ള ആ കൂട്ടുകെട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർമ്മ വന്നിട്ട് ഗീതുവിൻ്റെ കണ്ണ് നിറയാട്ടോ. ഗീതു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ പിണക്കമൊന്നുമില്ല അവർണിക്ക്, ഞാൻ വേറൊരു ദിവസം വരാം, അന്ന് ഞാൻ സൽക്കാരമൊക്കെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, ഞാൻ പോകുക എന്ന് പറയാട്ടോ. ഗീതാഞ്ജലിക്ക് വരാത്ത വിഷമം തോന്നിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ശേഷം അവർണികാരത്ത് കിഷോർ ചോദിക്കേണ്ടത്, എന്താ പുറത്തൊരു ബഹളം എന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മക്കും പെങ്ങൾക്ക് മാനേഴ്സ് ഒട്ടും അറിയില്ല, ഗീതുവിനകത്ത് കയറ്റാണ്ട് പുറത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ എന്ന് പറയാണ്. അതിനുശേഷം അതൊക്കെ കേൾക്കുമ്പോൾ കിഷോറിൻ്റെ കാര്യം മനസ്സിലായിട്ടോ. അവർണിക പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പെരുമാറാവോ, ഒരു സ്ത്രീയല്ലേ, ആ പരിഗണനയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമായിരുന്നു, വെറുതെ അല്ലേ മോൻ ഈ സ്വഭാവം കിട്ടിയിട്ട് അമ്മയുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് അവരെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലെത്തിയ ഗീതു ക്ഷീണം കാരണം വല്ലാത്ത തലവേദന എടുക്കണോണ്ട് ഡ്രസ്സ് മാറണ്ട, കിടന്നുറങ്ങാൻ കുറച്ച് നേരം, അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാം എന്ന് വിചാരിക്കുവാണ്. അതിനുശേഷം ഗീതു കിടക്കുവാട്ടോ. കിടക്കുന്ന സമയത്തെല്ലാം ഗീതുയുടെ മനസ്സിൽ ഗോവിന്ദിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഗോവിന്ദായിട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു
കാര്യങ്ങൾ സംസാരിച്ചതും എന്താണ് വെറുതെ വാശി പിടിച്ചതും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതും തമാശ സംഭവിച്ചതൊക്കെ ഓർത്ത് ഗീതു പതുക്കെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുക കേട്ടോ. ഉറങ്ങുന്ന സമയം ഗോവിന്ദ് അവിടേക്ക് വരുന്നുണ്ട്. അതേ ഗീതു, എന്നിട്ടുണ്ടല്ലോ ഗീതു എന്നൊക്കെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറയുക. താനിവിടെ കിടന്നോ? ആഹാ, താൻ ഉറങ്ങിയോ എന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് ഗോവിന്ദ് ആ കാഴ്ച കാണുന്നത്. ഗീതുവിൻ്റെ സാരി നല്ല രീതിയിൽ തന്നെ മാറിക്കിടക്കുക കേട്ടോ. അയ്യോ, ഇവളെന്താ ഇങ്ങനെ സാരി എടുത്ത് കിടക്കണത്? ഇവിടെ ഡ്രസ്സ് മാറാണ്ടല്ലോ കിടന്നത്. പക്ഷേ ഇത് ഇവളുടെ സാരിയുടെ കുഴപ്പമാണോ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോകാൻ പോകുമ്പോൾ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ആരെങ്കിലും അവൾ കിടക്കണ കണ്ട നാണക്കേടല്ലേ, അവളുടെ സാരി ഒന്ന് നേരെക്കിടാം എന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് ഗീതുവിൻ്റെ സാരിയിൽ പതുക്കെ പിടിച്ച് വലിക്കുക കേട്ടോ. ഗീതു അപ്പം തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ഗീതുക്ക് കാര്യം മനസ്സിലായി. ഗോവിന്ദ് സാരി ഉടുപ്പിക്കാൻ നോക്കുവാണെന്ന്. ഗീതു പതുക്കെ കണ്ണടച്ചിട്ട് അങ്ങനെ തന്നെ കിടക്കുവാണ്. ഗോവിന്ദ് പതുക്കെ സാരി എടുത്തിട്ട് ഗീതുവിൻ്റെ അരക്കെട്ടിലേക്ക് തിരികെ വെക്കാൻ പോകുമ്പോൾ ഗീതുവിന് ഇക്ലി എടുത്തിട്ടാണോ എന്തോന്നും അറിയില്ല. ഗീതു പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. പക്ഷേ നിങ്ങൾ എന്തുവായി കാണിക്കണത്? ആഹാ, ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്നെ ബലമായിട്ട് കീഴ്പ്പെടുത്താൻ നോക്കുമായിരുന്നല്ലോ. അയ്യോ ഗീതു, അങ്ങനെയൊന്നുമല്ല, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഓ, ഒരു തെറ്റിദ്ധാരണയില്ല. എങ്കിലും നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഉറങ്ങിക്കിടക്കുന്ന എന്നോട് തന്നെ ഇങ്ങനെയൊക്കെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീതു കണ്ണീരൊഴുക്കുക കേട്ടോ. അയ്യോ ഇല്ല ഗീതു, ഞാൻ നോക്കുമ്പോൾ നിന്റെ സാരി മാറിക്കിടക്കുമായിരുന്നു. ആരെങ്കിലും വന്ന് കണ്ടാൽ നിനക്ക് മോശമല്ലേ എന്ന് വിചാരിച്ച് ആ സാരി ഒന്ന് നേരെക്കിടാൻ വേണ്ടി ഞാൻ നോക്കിയതാ. നിങ്ങൾ വെറുതെ കള്ളം പറയണ്ട, എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ കണ്ടു നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അയ്യോ, നിങ്ങളെൻ്റെ സാരി അഴിച്ചു മാറ്റാൻ നോക്കിയതാണല്ലേ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഗീതു കരയാണ്. അല്ല ഗീതു, അങ്ങനെയൊന്നും അല്ല സത്യം, വേണ്ട, നിങ്ങളൊരു വാക്ക് പറയണ്ട, നിങ്ങളെൻ്റെ സാരി അഴിക്കാൻ വേണ്ടി നോക്കിയതാ, ഞാൻ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഗീതു, ഞാൻ അത്രക്കാരനല്ല, നിനക്ക് എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ അത്രക്കാരൻ തന്നെയാണ്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഗീതു കരയുക കേട്ടോ. ഷോ, ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഈശ്വര? ഗീതു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഗീതു, നീ ഒന്ന് വിശ്വസിക്കുക. വേണ്ട, എങ്കിലും നിങ്ങളതിനെ അങ്ങനെ ചെയ്യാൻ നോക്കിയല്ലോ. ഷോ, ഇതൊക്കെ ഞാൻ എങ്ങനെ നാട്ടുകാരോട് പറയുമോ? കോടതിക്ക് മുമ്പിൽ ഇതെങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എൻ്റെ ഗീതു, ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് നടന്ന് പോകുക കേട്ടോ. ഗോവിന്ദ് പോകുമ്പോഴേക്കും ഗീതുക്ക് ആകെ ചിരി വരുക കേട്ടോ. ഗീതു ഗോവിന്ദ് പോയി കഴിയുമ്പോൾ ഷോ, ഈ മനുഷ്യൻ ഇത്രക്ക് പാവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഗീതുവിനെ കാണിച്ച എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.